നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വേനൽ ചൂട് അസഹനീയമാണ്. വേനൽക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ പ്രിയ ശ്രീനിവാസനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ കടുത്ത വേനലാണല്ലോ. എങ്ങുമില്ലാത്ത വിധത്തിൽ ചൂടും അസഹനീയമായി തുടരുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു ചൂടിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്? അതെ, നമ്മൾ മലയാളികൾ ഇപ്പോൾ ഒരു പ്രത്യേകതരം അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരം ചൂടാണ് ഇപ്പോഴുള്ളത്. നമുക്ക് വലിയവരെ പോലെ തന്നെ കുഞ്ഞുങ്ങളെയും ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ച് 47% ഈ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് അഥവാ ഉഷ്ണം മുഖേനയുള്ള അസുഖങ്ങൾ, പ്രത്യേകതരം അസുഖങ്ങൾ, അതിൽ 47% കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ 18 വയസ്സിൽ താഴെയുള്ള കൗമാരക്കാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. കാരണം നമ്മളുടെ കൗമാരപ്രായക്കാരാണ് കൂടുതലും ഈ ഉഷ്ണം ഉള്ള സമയത്തും പുറത്തൊക്കെ പോയി കായികാഭ്യാസങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അതുകൊണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഏകദേശം 47%ഓളം കുട്ടികളും ഈ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് എന്ന പ്രശ്നത്തെ നേരിടുന്നുണ്ട് എന്നാണ് കാണുന്നത്. നമ്മൾ ഈ ഉഷ്ണതരംഗം വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു എന്നൊക്കെയാണ് കേരളത്തിൽ നമ്മൾ കേൾക്കുന്നത്. അതായത് പലതരം അലേർട്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ യെല്ലോ അലേർട്ട് അല്ലെങ്കിൽ റെഡ് അലേർട്ട് എന്നൊക്കെ പറയുന്നവ. അപ്പോൾ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് ഹീറ്റ് വേവ്, അതായത് 45 ഡിഗ്രിയിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. തീക്ഷ്ണമായ ഉഷ്ണതരംഗമുണ്ട്, സിവിയർ ഹീറ്റ് വേവ്, 47 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ. അപ്പോൾ ഇത്തരം അലർട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ മുതിർന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ ചൂട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതെ, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളുടെ ഈ ശരീരോഷ്മാവ് നിയന്ത്രിച്ച് നിർത്തുന്നത് ഒരു താപത്തിൽ അത് നിയന്ത്രിച്ച് നിൽക്കുകയാണ്. ആ നിയന്ത്രിച്ച് നിർത്തുന്നത് നമ്മളുടെ ദേഹത്ത് ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ പുറന്തള്ളപ്പെടുന്നുമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസാണ് നമ്മൾ ഈ ശരീരോഷ്മാവിനെ നിലനിർത്തി പോകുന്നത്. അഡൽസിന് അല്ലെങ്കിൽ വലിയവർക്ക് ഇത് വളരെ മെച്ചുവറായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ശരീരത്തിലെ ഈ ഊഷ്മാവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൂടുതലാണ്. വലിയവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികളിൽ ഊഷ്മാവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൂടുതലുമാണ്. പുറന്തള്ളപ്പെടുന്ന മെക്കാനിസം അത്രയങ്ങോട്ട് ആയിട്ടുമില്ല. അതായത് വിയർത്തൊക്കെയാണ് നമ്മൾ ഇത് ചൂട് പുറന്തള്ളുന്നത്. അപ്പോൾ ഈ വിയർക്കുക എന്നുള്ള മെക്കാനിസം, അതുപോലെ തന്നെ ദാഹം, പിന്നീട് അവർക്ക് പല കാര്യങ്ങൾക്കും സഹായം വേണ്ടി വരും. അതായത് അവർക്കിപ്പം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ സഹായം വേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് നന്നായി ചൂടെടുത്തു, അവർക്ക് ഇപ്പം മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഊഷ്മാവ് കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിയുകയില്ല, അതിനും സഹായം വേണ്ടി വരും. അതുപോലെ നമുക്ക് കുഞ്ഞിന് നന്നായി വിയർക്കുന്നു, ബട്ടൺസ് ഒന്ന് അകത്തിടണം, എന്നാൽ പോലും അതിനെല്ലാം സഹായം വേണ്ടി വരുന്നതാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർക്ക് പ്രശ്നങ്ങൾ കൂടുതലാണ്. ഈ കടുത്ത ചൂട് കുട്ടികളിൽ ശരിക്കും എന്തെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഈ വിയർപ്പ് മാത്രമല്ലാതെ അല്ലെങ്കിൽ അമിതദാഹമല്ലാതെ മറ്റെന്തെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് അവരെ ബാധിക്കുന്നത്? അവർക്ക് ഈ വലിയവർക്കുണ്ടാകുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്, പക്ഷേ അത് കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പ്രത്യേകമായി നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നവജാത ശിശുക്കൾ, വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് ഒരു 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, കൗമാരപ്രായക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞു, കൗമാരപ്രായക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ കൂടിയും അവർ പുറത്തുപോയി കൂടുതൽ കായികാഭ്യാസങ്ങൾ ഈ 10 മണി മുതൽ 4 മണി വരെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ, പിന്നെ നമ്മൾ വൈകല്യമുള്ളവർ, മാനസികാസ്വാസ്ഥ്യം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങളാകട്ടെ, ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളാകട്ടെ, അവർക്ക് കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖമുള്ള കുഞ്ഞുങ്ങൾ, മറ്റസുഖങ്ങൾ, അതായത് പനി ഒക്കെ ആയിട്ടിരിക്കുന്നവർ, വയറിളക്കമുള്ളവർ, ഡയബറ്റിസ് ഉള്ളവർ, അവർക്കൊക്കെ നിർജ്ജലീകരണം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വലിയവർക്കുണ്ടാകുന്നത് പോലെ തന്നെ സർവ്വസാധാരണമായി നമ്മൾ കാണുന്നത് ചൂടുകുരുവാണ്. ചൂടുകുരു സാധാരണഗതിയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുകയില്ലെങ്കിലും ചൊറിച്ചിലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടായിട്ട് അവർ കരയുകയൊക്കെ ചെയ്യും.
അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതുണ്ടാകുന്നത് വിയർപ്പിൻ്റെ ആ ഒരു ഗ്രന്ഥികൾ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയായിട്ടില്ല. 2 നേരം കുളിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് നമ്മളെപ്പോഴും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ, വളരെ ലൈറ്റ് കളറിലുള്ള ഒറ്റ ലെയറിലുള്ള, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പോളിസ്റ്റർ വസ്ത്രങ്ങളും നൈലോൺ ഉടുപ്പുകളും ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. പലതരം ഒരുപാട് കിന്നരികളൊക്കെ വെച്ച തരത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുന്നത് കാണുന്നത്. അങ്ങനെയല്ല, വളരെ അയഞ്ഞ സിമ്പിളായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ, ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള വെള്ള കളറ്, ലൈറ്റ് യെല്ലോ, അങ്ങനെയുള്ള കളേഴ്സിലുള്ള വസ്ത്രങ്ങൾ വേണം നമ്മൾ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുവാനായിട്ട്. ഇത് സാധാരണയായിട്ട് ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പം നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഗുരുവായൂരിൽ നിന്നും പ്രഭുകുമാറാണ്. പ്രഭുകുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ഒരു 7 വയസ്സായ ഒരു കുട്ടിയാണ്, നന്നായി പനിയുണ്ടായിരുന്നു. ഇപ്പൊ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് അപ്പൊ അതിന്റെ ആന്റിബയോട്ടിക് കൊടുത്തു. എന്നാലും ശരീരം ഇങ്ങനെ കൂടുതൽ വിശർത്ത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പനി ഉണ്ടാകുമ്പോ അങ്ങനെ വെള്ളം വരാറുണ്ടായിരുന്നില്ല മുമ്പൊന്നും. എന്താ അതിന്റെ? അതെ, നമുക്ക് സാധാരണ ഈ ചൂട് കൂടുമ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് തന്നെയാണ് ഈ ഉഷ്ണ അസുഖങ്ങളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അത് നമ്മൾ സാധാരണ പനിയുമായി നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. നമുക്കിപ്പം സാധാരണയുള്ള ഒരു പനിയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ ഉണ്ടാക്കുന്നത് വൈറസുകൾ മൂലമോ അല്ലെങ്കിൽ ബാക്ടീരിയകൾ മൂലമോ ഒക്കെയാണ്. അതിനോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ കൂടെ ചിലപ്പോൾ സാധാരണഗതിയിൽ ഒരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു ചുമയോ കാണും, അല്ലെങ്കിൽ ഇച്ചിരി വയറിളക്കമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ കൂടെ കാണും. പക്ഷേ പിന്നെ സാഹചര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ഈ ഉഷ്ണ അസുഖങ്ങളിലാണെങ്കിൽ നമ്മൾ കൂടുതലും ആ ഒരു സാഹചര്യം, കുട്ടി വളരെ കടുത്ത ചൂടിൽ ഒരു 10 മണി മുതൽ 4 മണി വരെയുള്ള ആ ഒരു കടുത്ത ചൂടിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം കുട്ടിക്കുണ്ടായോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ക്ഷീണവും ദേഹാസ്വാസ്ഥ്യം, തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, അങ്ങ് കുഴഞ്ഞു പോകുക, ഇതുപോലുള്ളൊരവസ്ഥയാണ് നമ്മൾ ഈ ഉഷ്ണം കാരണമുള്ള ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് സിൻകോപ്പി എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഇപ്പോൾ ഈ പറയുന്ന അവസ്ഥ അതാണോ അതോ സാധാരണ വരുന്ന ഒരു വൈറൽ ഫീവറോ അല്ലെങ്കിൽ സാധാരണയായി നമ്മൾ കാണുന്ന പനിയാണോ എന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ ഈ സാഹചര്യം കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ പനിയാണോ അല്ലെങ്കിൽ ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് ആണോ എന്നുള്ളത് അറിയേണ്ടത്. നല്ല പനി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കുക, ധാരാളം വെള്ളം കുടിക്കണം. 2 അസുഖങ്ങൾക്കായാലും നമ്മൾ ചൂട് കൂടുമ്പോൾ അതനുസരിച്ച് ധാരാളം വെള്ളം, പാനീയം ധാരാളം ചെല്ലേണ്ടതുണ്ട്. വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം കരിക്കും വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടത് അല്ലെങ്കിൽ മോര് വെള്ളം, ഇതാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ജ്യൂസുകളോ ചായ, കാപ്പി ഇതൊന്നും അല്ല നമ്മൾ പാനീയം എന്നതുകൊണ്ട് ഈ നിർജ്ജലീകരണം ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ ചൂടൂര് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തുടരാം. അതെ, അപ്പം നമ്മൾ നല്ല ചൊറിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറുടെ സഹായം തേടാം, ചൊറിച്ചിലിനുള്ള മരുന്നുകൾ കൊടുക്കാം. പക്ഷേ സാധാരണ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓയിൻമെൻറ്റുകൾ അല്ലെങ്കിൽ ക്രീമുകൾ, പൗഡേഴ്സ്, ഡസ്റ്റിംഗ് പൗഡർ എന്നൊക്കെ പറയുന്നത്, ഇതൊന്നും ഇതിന് കൊടുക്കുന്നത് കൊണ്ട് ഫലപ്രദമല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 2 നേരം കുളിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളവും പാനീയങ്ങളും എല്ലാം ധാരാളം കുടിക്കുക. പിന്നെ ഉള്ളത്, നമ്മൾ കഴിയുന്നതും ചൂടത്ത് അകപ്പെട്ട് പോകാതെ കുഞ്ഞുങ്ങളെ എപ്പോഴും ഒരു തണുത്ത അവസ്ഥയിൽ ഇരുത്തുക. ഫാനൊക്കെ ഇട്ട് തണുത്ത, നമ്മൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ 2-3 മുറികളുണ്ടെങ്കിൽ അതിലേറ്റവും ചൂട് കുറഞ്ഞ ഒരു മുറി തീർച്ചയായും കാണും. അങ്ങനെയുള്ള ഒരു മുറിയിൽ നമ്മൾ കുഞ്ഞിനെ ഇരുത്തുക എന്നുള്ളതാണ്. 2 നേരം കുളിപ്പിക്കുകയും ആകാം. അതുപോലെ തന്നെ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം? അതെ, സൂര്യതാപം ഏൽക്കാതിരിക്കാൻ നമ്മൾ ഡയറക്റ്റായിട്ട് സൂര്യനുമായി നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. 10 മണി മുതൽ 4 മണി വരെയുള്ള, നമ്മൾ പത്രങ്ങളിലെല്ലാം ഇപ്പോൾ വായിക്കുന്നുണ്ട്, കഴിവതും കൊച്ചു കുഞ്ഞുങ്ങളെ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയം നേരിട്ട് പ്രകാശം ഏൽക്കാതെ തണലുള്ള സ്ഥലത്ത്, അതായത് മുറിക്കുള്ളിൽ, വീട്ടിനുള്ളിൽ തന്നെ തങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഡേ കെയറുകളിൽ അല്ലെങ്കിൽ വെക്കേഷൻ ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പലതരം ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ പലതരം കളികളിലൊക്കെ ഏർപ്പെടുന്ന കൗമാരപ്രായക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും ഈ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധാരാളം വെള്ളം നമ്മൾ കുടിക്കേണ്ടതുണ്ട്.
ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനുള്ളത്. പിന്നീട് നമ്മൾ യാത്രകൾ പോകുമ്പോഴും ഈ യാത്രകളുടെ ടൈമിങ്ങും, നമ്മളിപ്പോൾ ഉല്ലാസയാത്രകൾക്കെല്ലാം നമ്മൾ പോകുന്നുണ്ട്, അതിനുള്ള ടൈമിംഗ് എല്ലാം നമ്മളൊന്ന് ക്രമീകരിക്കുക. യാത്രകൾ പോകുന്ന സമയത്താണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ പോകുന്നത്. അതും കഴിയുന്നത് നമ്മൾ ഒരു 5 മണി മുതൽ 9 അല്ലെങ്കിൽ 10 മണി വരെയുള്ളൊരു യാത്രാ സമയം, ഒരു 4 മണി മുതൽ 9 മണി വരെയുള്ള വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ യാത്ര പോവുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കണം. ഭക്ഷണത്തിൽ നമ്മൾ കഴിയുന്നതും പഴം, പഴവർഗ്ഗം, പച്ചക്കറികൾ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നവജാത ശിശുക്കൾക്കും 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ധാരാളം മുലപ്പാൽ നൽകുക. അമ്മയും മുലയൂട്ടുന്ന അമ്മമാർ ധാരാളം പാനീയങ്ങൾ കഴിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ, നമ്മൾ മുൻപ് സൂര്യാതപം ഏൽക്കുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പേർക്ക് സൂര്യാതപം ഏൽക്കുകയും മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കുട്ടികളിൽ സൂര്യാതപം ഏറ്റാൽ ഏറ്റവും ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഥമ ശുശ്രൂഷ എങ്ങനെ വേണം? അതെ, പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ഈ അവസരത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങൾ സൂര്യതാപം ഏൽക്കാൻ പാടില്ല. എങ്ങാനും ഒരു സൂര്യതാപം ഏറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആ കുഞ്ഞിനെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഏൽക്കാതെ, സൂര്യപ്രകാശം ഏൽക്കാതെ ഒരു തണലത്തേക്ക്, ഒരു മരത്തിൻ്റെ കീഴിലാണെങ്കിൽ അങ്ങനെ, തുറസായ സ്ഥലമാണെങ്കിൽ ഒരു മരത്തണലിലോ അല്ലെങ്കിൽ ഒരു മുറി, ഒരു ഹോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മുറിയിലോ, ജനാലകൾ നല്ലതുപോലെ തുറന്നിട്ട രീതിയിലുള്ള ഒരു മുറിയിൽ, അതായത് നല്ലതായിട്ട് വായു സഞ്ചാരമുള്ള ഒരു മുറിയിലേക്ക് മാറ്റി കിടത്തുക തന്നെ വേണം. കാരണം കുട്ടി വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. ജനാലകൾ ഉണ്ടെങ്കിൽ തുറന്നിടാം. ഇനി AC മുറിയാണെന്നുണ്ടെങ്കിൽ AC ഓൺ ചെയ്യുക. ഫാനും ഫുൾ സ്പീഡിൽ ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കുഞ്ഞിൻ്റെ വസ്ത്രം അഴിച്ചതിന് ശേഷം നമ്മൾ ടെപ്പിഡ് സ്പോഞ്ചിങ്, അതായത് നന്നായിട്ട് വെള്ളം മുക്കി ദേഹം മുഴുവൻ നന്നായി തുടച്ചു കൊടുക്കുക. ഐസ് ഉണ്ടെങ്കിൽ ഐസിൽ മുക്കി വേണമെങ്കിലും നമുക്ക് ദേഹം നന്നായി തുടച്ചു കൊടുക്കാം. കുറച്ചുകൂടി കൗമാരപ്രായക്കാർ, കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതായത് കുറച്ച് ബോധം ഒക്കെ ഉള്ള ചില കുഞ്ഞുങ്ങളുടെ ബോധം പോലും നശിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കുട്ടിയെ മുക്കി വയ്ക്കുകയും ആകാം. എന്നിട്ട് നമ്മൾ നന്നായി നനച്ചെല്ലാം തുടയ്ക്കുക. ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വെള്ളം കുടിക്കാം. ബോധമൊന്നും നശിച്ചിട്ടില്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ വെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കുക. ഇത്രയുമാണ് നമ്മൾ ഒരു ആദ്യം ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷ, പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എത്രയും വേഗം കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്ന വാഹനവും കഴിവതും ഒരു AC വാഹനമാണെങ്കിൽ വളരെ നല്ലത്. കാരണം ഇപ്പോൾ AC വാഹനമൊക്കെ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനം ആണെന്നുണ്ടെങ്കിൽ AC ഓൺ ചെയ്ത് അങ്ങനെ തന്നെ തണുപ്പിച്ച് തന്നെ കുഞ്ഞിനെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ അവധിക്കാലമാണല്ലോ, കുട്ടികളൊക്കെ ഉല്ലാസയാത്രയുടെ ആ ഒരു ഉത്സാഹത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സമയമാണിപ്പോൾ. ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാവും? അതെ, ഉല്ലാസയാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അച്ഛനമ്മമാരായാലും അവരും വളരെ എക്സൈറ്റഡ് ആണ്. പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കുറേ പേര് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെയും നമ്മൾ ആ വസ്ത്രങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റ ലെയറിലുള്ള കോട്ടൺ അയഞ്ഞ വസ്ത്രങ്ങൾ, ലൈറ്റ് കളേർഡായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഷൂസ് അല്ലെങ്കിൽ ബെൽറ്റ് ഇങ്ങനെയുള്ള ഒന്നും കുട്ടികൾക്ക് വേണമെന്നില്ല. അയഞ്ഞ വസ്ത്രങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടത്. ധാരാളം പാനീയങ്ങൾ കൂടെ കരുതണം. യാത്ര പോകുമ്പോൾ നമ്മൾ ആ 10 മണി മുതൽ 4 മണി വരെ ഉള്ള സമയം കഴിവതും നമ്മൾ തിരഞ്ഞെടുക്കരുത്. അതിന് മുൻപോ അതിന് പിൻപോ പോകുക. നമ്മൾ ഉല്ലാസവേളകളിൽ എത്തുന്ന സ്ഥലത്തായാലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കാണും. നമുക്ക് ഉടനെ തന്നെ ഒന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മളെപ്പോഴും ഈ ഒരു സമയം ഒഴിവാക്കി വേണം നമ്മൾ പുറത്തിറങ്ങുവാനായിട്ട്. പുറത്തു പോകുമ്പോഴും എപ്പോഴും നമ്മൾ എങ്ങോട്ട് പോയാലും കഴിവതും നമ്മളൊരു കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾ കുട കരുതുക. ഒരു കുപ്പിയിൽ വെള്ളം ധാരാളം കരുതുക. പറ്റുമെങ്കിൽ കുറച്ച് മോരും വെള്ളം അല്ലെങ്കിൽ കരിക്കൻ വെള്ളം, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടത്, അങ്ങനെയുള്ള വെള്ളം. ജ്യൂസുകൾ പരമാവധി ഒഴിവാക്കുക. നമുക്ക് ഈ പുറമേ നിന്ന് ലഭിക്കുന്ന കളേർഡ് ജ്യൂസുകൾ, കാർബണേറ്റഡ് അതായത് കോളകൾ, ഇതെല്ലാം കഴിവതും ഒഴിവാക്കുക. ബേക്കറി പ്രോഡക്ട്സിനെക്കാട്ടിലും നമ്മൾ ഈ യാത്രാവേളകളിൽ നല്ലത് പഴവർഗ്ഗങ്ങളാണ്. ഓറഞ്ച്, അതുപോലെ എളുപ്പത്തിൽ നമുക്ക് പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് നമുക്ക് ഏറ്റവും ഉചിതം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് പൊതുവെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയായിരിക്കണം? നമ്മൾ പ്രത്യേകമായി കെയർ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
അവരെ കുളിപ്പിക്കുക. രണ്ട് തവണ അല്ലെങ്കിൽ 3 തവണയെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചൂടുകുരു സാധാരണ കാണുന്ന ചൂടുകുരു ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ചൂടുകുരു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമന്ന കളറിൽ കുരു പോലെ വരുന്നതാണ് നമ്മൾ ഹീറ്റ് റാഷ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ചികിത്സ വേണമെന്നില്ല. പക്ഷേ നമുക്കല്ലാതെ നമുക്കറിയാം ഇങ്ങനെ ഞൊണൽ പോലെ പഴുത്തു പൊട്ടിയൊക്കെ വരുന്ന രീതിയിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട്. അതിന് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഉള്ളിൽ കഴിക്കേണ്ടതോ കാണും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടതാണ്. പിന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ നമ്മളത് ഒരു ശീലമാക്കണം. അതായത് കളിക്കുന്നതിന് മുൻപേ തന്നെ കുട്ടികൾ വെള്ളം കുടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ ക്ഷീണം വന്നതിന് ശേഷമല്ല വെള്ളം കുടിക്കുവാനുള്ളത്. കുട്ടികൾ കളികളിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ വെള്ളം കുടിക്കുകയും എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കൂടെ കരുതുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുവാനുള്ളത്. ഡോക്ടർ, ഇപ്പം നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. കൊല്ലത്ത് നിന്നും ബോക്സോ ആണ്. ബോക്സോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ബോക്സോ, കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിച്ചോളൂ. കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കുന്നില്ല, ആള് മെലിഞ്ഞ ശരീരമാ. പിന്നെ എന്താന്ന് വെച്ചാ അയാൾക്ക് ബ്ലഡ് കുറവാ. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം 1500 1100 ഉള്ള പോയിന്റ് കാണിക്കുന്നത്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ബ്ലഡിന് കൊണ്ടുള്ള മരുന്നരി തന്നെ. അത് എന്തെങ്കിലും മരുന്ന് ബ്ലഡ് ഉണ്ടാകുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചോദ്യം അത്ര വ്യക്തമല്ല, എന്നാലും ഞാൻ മനസ്സിലാക്കുന്ന കുഞ്ഞിൻ്റെ പ്രായം ഒന്ന് പറയാമോ? പ്രായം 9 മാസമായുള്ളൂ. അതെ, 9 മാസം. 9 മാസം പ്രായമുള്ള കുഞ്ഞിന് മുലപ്പാൽ തീർച്ചയായും കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഈ ഉഷ്ണകാലത്ത് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ നമുക്ക് 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റാഹാരത്തോടൊപ്പം മുലപ്പാൽ കൂടി നൽകേണ്ടതുണ്ട്. തീർച്ചയായും മുലപ്പാൽ കൊടുക്കുക. ഈ സീസണിൽ നമ്മൾ മുലപ്പാൽ പറ്റുന്നത് പോലെ കൂടുതൽ കൊടുക്കുക. അതിനോടൊപ്പം മറ്റു പാനീയങ്ങളും എല്ലാം കൊടുക്കാവുന്നതാണ്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് വിളർച്ച ഉണ്ടെന്നാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഹീമോഗ്ലോബിൻ 10, 11 എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ വിളർച്ച ഒരു മൈൽഡ് അനീമിയാണ്, അത്ര സീരിയസ് ആയ ഒരു അവസ്ഥയല്ല. അംഗൻവാടികളിലൊക്കെ അയണിൻ്റെ തുള്ളിമരുന്ന് കിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുന്ന അയൺ തുള്ളിമരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമേ വരികയുള്ളൂ. ഒരു ഫില്ലർ അല്ലെങ്കിൽ 1 മില്ലി 2 നേരം വെച്ച് നമ്മൾ കൊടുക്കാം. അത് നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും 5 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ അയണിൻ്റെ തുള്ളിമരുന്ന് കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് ഈ കുഞ്ഞിനും കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ വിളർച്ചയെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് രക്തം വയ്ക്കുന്ന തരം ഭക്ഷണങ്ങളുണ്ട്. 9 മാസം ആയതുകൊണ്ട് തന്നെ കുഞ്ഞിന് കൂവരക്, ശർക്കരയിൽ കുറുക്കി, അങ്ങനെ കുറുക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ലേശം കുറേശ്ശെ നമുക്ക് ഇപ്പം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായി നമുക്ക് ഇറച്ചിയോ മീൻ അങ്ങനെയൊക്കെ ഉള്ളത് കുറേശ്ശെ കൊടുക്കാവുന്നതാണ്. പിന്നെ ധാരാളം ഈ ഇരുമ്പ് സത്ത ധാരാളം അടങ്ങിയിട്ടുള്ളത് ഈത്തപ്പഴത്തിലുണ്ട്. പിന്നെ ചീരയില, മുരിങ്ങയില, ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. തണ്ണിമത്തൻ, ഇതൊക്കെ ആഹാരത്തിൽ കുറേശ്ശെ ഉൾപ്പെടുത്തുക. പ്രേക്ഷകന് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ചൂടുകുരുവിനെ കുറിച്ച്. ഇത് അമിതമായ ചൊറിച്ചിലുണ്ടാക്കാനും അത് പൊട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പൗഡറുകളൊന്നും തന്നെ ഇതിന് ഫലപ്രദമായിട്ടുള്ള ഒന്നല്ലെന്ന്. അങ്ങനെയെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ചെയ്യാമോ? അതെ, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ കഴിയുന്നതും ഒരുപാട് ഉഷ്ണമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുഞ്ഞിനെ മാറ്റി കുറച്ച് ഉഷ്ണം കുറവുള്ള മുറിയിലേക്ക് മാറ്റുകയും അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയും 2-3 വട്ടം കുളിപ്പിക്കുകയും നമ്മൾ ധാരാളം പാനീയങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഇൽനെസ്സാണ്. അതായത് തനിയെ തന്നെ അത് മാറിക്കോളും. നമുക്കതൊരു ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ കഴിയുമ്പോൾ അത് തനിയെ മാറിക്കോളും. പിന്നെ ചൊറിച്ചിലാണ് ഇത് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നം. നമുക്ക് കാഴ്ചയിൽ കാണുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ആണ് ഒരു വശത്ത്. അതങ്ങ് സെൽഫ് ലിമിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഉള്ളത് ചൊറിച്ചിലാണ്. അപ്പോൾ ചൊറിച്ചിലൊരു പ്രശ്നമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ചൊറിച്ചിലിനുള്ള മരുന്നുകൾ കുഞ്ഞുങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഈ ഗ്രന്ഥികൾ, ഈ
വിയർപ്പിൻ്റെ ഗ്രന്ഥികൾ അടഞ്ഞു പോകുന്നതാണ്, അത് സുഷിരങ്ങളാണ്. ആ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നതാണ് പ്രശ്നം. അതിന് മേലെ കൂടി നമ്മൾ ഓയിൻമെൻറ്റ്, ക്രീമുകൾ ഇതൊക്കെ പുരട്ടുമ്പോൾ ഇത് കൂടുതൽ അടഞ്ഞു പോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓയിൻമെൻറ്റും ക്രീമുകളും ഒന്നും ഇതിന് ഫലപ്രദമല്ല എന്ന് പറയുവാനുള്ള കാരണം. വേനൽക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കിപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ പ്രിയ ശ്രീനിവാസനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം.